മാളവിക പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ ജോലെ ഹാങ് ഓവറിന്ന് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. ശരിക്കും ആ ഒരു സമയത്ത് ഭയങ്കര റീലുകളിലൊക്കെ ആ ഒരു ജോയുടെ റീലുകളും മാളവികയായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഹാങ് ഓവറിൽ ആളുകൾ ഭയങ്കര ആരാധകരുണ്ട് മാളവിക. ഇപ്പോഴും ലൈക്ക് ജോ ചെയ്തുകൊണ്ടാണ് എന്നെ ഇപ്പോൾ ആൾക്കാർ അറിയുന്നത്. ലൈക്ക് ഞാൻ മലയാളം ഫസ്റ്റ് ഒരു മൂവി ചെയ്തിട്ടുണ്ട്, പ്രകാശം പറക്കട്ടെ. പക്ഷെ അതിനേക്കാട്ടിലും മലയാളീസ് അറിയുന്നതും ജോ ചെയ്തുകൊണ്ടാണ്. കുറേ പേര് ലൈക്ക് ഞാൻ തമിഴാന്ന് വിചാരിച്ചവരുണ്ട്. ഇപ്പോഴും എനിക്ക് കുറേ ടാക്സ് വരുന്നതും ഷെയർസ് ഒക്കെ വരുന്നത് ജോൻ്റെ തന്നെയാണ്. സോ ജോ ചെയ്തതിൻ്റെ ആണ് ഇപ്പോഴും അതേ ഇതിലാണ് പോകുന്നത്. പിന്നെ ജോയുടെ ആ ഒരു ഹാങ് ഓവർ ആനന്ദ് ശ്രീബാല മാറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നു. ഇത് ഫുൾ ത്രില്ലറായിട്ട് പോകുന്ന പടമാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു സ്പേസ് ഉണ്ട്, ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ജോ ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ലേ. ജോ ലൈക്ക് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ സ്പേസിലുണ്ടായിരുന്നതാണ്. സോ എനിക്കിഷ്ടമാണ്, പിന്നെ അറിയില്ല. ഓക്കെ, പഠിച്ചത് ഓക്കെ. ഈ ജോയ്ക്ക് ശേഷം ഒരുപാട് സിനിമകൾ എത്തിയിട്ടുണ്ടാവുമല്ലോ, എങ്കിലും സെലക്റ്റീവായി മാറിയിട്ടുണ്ടായിരുന്നോ? സെലക്റ്റീവായിട്ട് ജോക്ക് ശേഷമല്ല, അതിന് മുന്നേ ഞാൻ ആദ്യം പ്രകാശം പറക്കട്ടെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോക്ക് മുന്നേ ഒരു തമിഴ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോ ചെയ്തത്. അപ്പോൾ എനിക്ക് ലൈക്ക് നോർമലി സ്റ്റോറീസ് വരുമ്പോൾ എനിക്ക് പൊതുവേ സ്റ്റോറീസ് അങ്ങനെ എല്ലാം ഇഷ്ടപ്പെടില്ല. ഞാനങ്ങനെ സെലക്റ്റീവ് ആവുന്നതുകൊണ്ടാണോ അറിയില്ല, പക്ഷെ എനിക്ക് പൊതുവേ ഇപ്പോൾ ലൈക്ക് എൻ്റെ കൂടെ അമ്മ അച്ഛനൊക്കെ കേൾക്കും. പക്ഷെ എനിക്കങ്ങനെ എല്ലാത്തിനോടും ഒരു സ്പെഷ്യൽ ഒരു ഫീലിംഗ് ഒന്നും വരില്ല. വളരെ റെയർ ആയിട്ട് വരും, അത് ഞാൻ പിക്ക് ചെയ്യും. അതിനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും, എടുക്കും. അപ്പോൾ ജോ ചെയ്തു. അത് ജോയ്ക്ക് ശേഷം പിന്നെ ഇതാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തമിഴ് ചെയ്തു, ഹാഫായി. പിന്നെ തെലുഗു ഉണ്ട്. 19-ാം വയസ്സിലായിരുന്നില്ലേ ആ പടം കമ്മിറ്റി? ജോ 19 അപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴും ഒരു ഇപ്പൊ പറയുമ്പോഴാണെങ്കിലും ഒരു 19-കാരിയുടെ പക്വതയല്ല ഞങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുക ഈ കഥകളൊക്കെ കേൾക്കുന്നു. അപ്പൊ ഈ ചൂസിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ കഥകളിലാണെങ്കിലും സ്വന്തം തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ കേൾക്കുന്ന കഥകളെല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, എങ്കിലും കൂടിയിരുന്ന് കേൾക്കുന്നവർ ചിലപ്പോൾ സജഷൻ പറയാമല്ലോ, ഇത് ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ സജഷൻ പറയുമ്പോൾ എങ്ങനെയാണ് ആ ചൂസിങ് എങ്ങനെയാണ് സംഭവിക്കാറ്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അമ്മ അച്ഛൻ, അല്ലാണ്ട് എൻ്റെ ബ്രദറിനെ പോലെ ഒരാളുണ്ട്, കാർത്തിക് എന്ന് പറഞ്ഞിട്ട്. ആളും ഞങ്ങൾ പൊതുവെ എല്ലാവരും കൂടിയാണ് കേൾക്കുക. പിന്നെ അല്ലാണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാനിങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഓൾറെഡി ഒരു ഫീലിംഗ് ഉണ്ടാവും. അവരിപ്പോൾ അത് പിന്നെ എന്നോട് എടുക്കുമെന്ന് പറഞ്ഞാലും ഞാൻ എടുക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെ ഒപ്പീനിയൻസ് എടുത്ത് വയ്ക്കും. അത് എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എടുക്കില്ല. എനിക്ക് ഉള്ളിൽ എനിക്കൊരു ഗട്ട് ഫീലിംഗ് വന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ അത് ഷൂട്ട് സമയത്തൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറും ജോ എന്നുള്ള എപ്പോഴെങ്കിലും ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് കഥ ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ലൈക്ക് അവർ ഷൂട്ട് സമയത്തൊക്കെ പറയും ഇത് ഹിറ്റാവും എന്നൊക്കെ. പക്ഷെ ഞാൻ പൊതുവെ ഒന്നിനോടും അധികം ഒരു എക്സ്പെക്റ്റേഷൻ വെക്കാറില്ല. പിന്നെ അത് വന്നില്ലെങ്കിൽ നമുക്ക് ഫീലാവും, അങ്ങനത്തെ കുറേ പ്രശ്നം വരും. പക്ഷെ അവർക്കൊക്കെ ഫുൾ ക്രൂവിന് നല്ല എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതിൻ്റെ സോങ്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സോങ് ഹിറ്റാവുമെന്ന് എനിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. മൂവിനെ പറ്റി നല്ലതാണ്, പക്ഷെ അത് ഹിറ്റാവും എങ്ങനെ ഓഡിയൻസ് എടുക്കുക അതൊന്നും നമുക്കത് അറിയില്ലല്ലോ. സോ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ചൂസിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ആനന്ദ് ശ്രീബാല ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്തായിരുന്നു? അപ്പോൾ എനിക്കറിയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വിളിച്ചത് അഭിലാഷ് ചേട്ടനാണ്. അപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് അറിയുന്ന ഒരാളേ ഉള്ളൂ, അഭിലാഷ് ചേട്ടൻ. പിന്നെ എനിക്ക് ഞാൻ ഇവിടെ വന്നു, ഡയറക്ടറെ മീറ്റ് ചെയ്തു, എനിക്ക് ഏകദേശം ഒരു ഔട്ട്ലൈനൊക്കെ കിട്ടി. എനിക്ക് എൻ്റെ റോൾ ഇഷ്ടമായി. പിന്നെ പറഞ്ഞ പോലെ ഈ ത്രില്ലറാണ്, ഫുള്ളാണ്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. അതും അവിയേട്ടൻ ലൈക്ക് കുറച്ചൊരു സർപ്രൈസ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയണ്ട എന്ന് പറയും. അപ്പോൾ എനിക്ക് എൻ്റെ പോർഷൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ കേട്ട് പിന്നെ ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് കണ്ടത് വെച്ചിട്ട് എനിക്ക് അതുവരെ എനിക്കിഷ്ടമാണ്. സോ ഇനി റിലീസിന് കാണാമെന്നുള്ള ഒരു ഇതിൽ